ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടില്ല. അതായത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ, ഗാസ, അമേരിക്ക, അതേപോലെ ഹമാസ്, ഫ്രാൻസ്, ഈജിപ്റ്റ് ഇവരെല്ലാം കൂടെ ബന്ധപ്പെട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ഡെവലപ്മെന്റ്സ് ആണ് ഇതിനകത്ത് ഫുള്ളായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് നെതന്യാഹു ലാസ്റ്റ് 3 days ആയിട്ട് ഹംഗറിയിലാണ് ഉണ്ടായിരുന്നത്. ഹംഗറി വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഹംഗറിയിൽ നെതന്യാഹു ലാൻഡ് ചെയ്ത ആ സ്പോട്ടിൽ തന്നെ ICCയിൽ നിന്നും ഒരു ഇന്റിമേഷൻ ഓർബൺ എന്ന് പറഞ്ഞാൽ ഹംഗറി പ്രൈം മിനിസ്റ്റർക്ക് ഇന്റർനാഷണൽ കോർട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ കോർട്ട് അങ്ങനെ വെറുതെ ഇരിക്കത്തില്ലല്ലോ, അവരെന്തായാലും അവരുടെ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം, കാരണം അവർക്ക് പണി വേണ്ടേ, വേറൊരു പണിയില്ല അവിടെ. നെതന്യാഹുവിനെ നല്ല രീതിയിൽ വെൽക്കം ചെയ്ത് നല്ല രീതിയിൽ ട്രീറ്റും ചെയ്ത് വളരെ അപ്രിഷിയേറ്റ് ചെയ്താണ് അവിടുന്ന് പറഞ്ഞയച്ചത്. അതിലുപരിയായിട്ട് ഓർബൺ ഉടനെ തന്നെ ഒരു ലെറ്ററും കൂടെ തിരിച്ചയച്ചു. ഞങ്ങൾ ഹംഗറി ICCയിൽ പെടുന്നില്ല, ഞങ്ങൾ ICCയിൽ നിന്ന് പുറത്തു വരികയാണ്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ഭാഗമല്ല ഇനി ഹംഗറി എന്ന് എഴുതി അങ്ങ് മറുപടി കത്തയച്ച് ആ ഓർബൺ ആ ഒരു അറസ്റ്റ് വാറന്റ് റിക്വസ്റ്റിനെ എഴുതി തള്ളുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നെതന്യാഹു 3 ദിവസത്തെ വിസിറ്റ് കഴിഞ്ഞ് അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ എത്തിയ പാട് തന്നെ നെതന്യാഹു ഫസ്റ്റ് വെച്ച ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്കോ റൂബിയോയും ട്രംപിനെയും തന്നെയാണ് വീട്ടിലാക്കി ഇരുത്തി സംസാരിച്ചത് വേറെ ഒന്നുമില്ല, നിങ്ങൾ ആയുധ കച്ചവടം നടത്തിക്കോ, നിങ്ങൾ പലതും പല സാധനങ്ങളും വിറ്റോ എല്ലാം ചെയ്തോ, പക്ഷേ ചില എത്തിക്സ് ഉണ്ട്, ആ എത്തിക്സ് അനുസരിച്ച് പെരുമാറണം എന്നാണ് പറഞ്ഞത്. ഏത് വിഷയത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിക്ക് F-35 കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് F-35 പ്രോഗ്രാമിൽ തുർക്കിയെ ഇൻവോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് ട്രംപ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ചെറുതായിട്ടൊന്ന് സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നെതന്യാഹു വളരെ കൃത്യമായിട്ട് മനസ്സിലിട്ട് വെച്ചുകൊണ്ട് നേരെ പോയപ്പോ ചോദിച്ചിരിക്കുകയാണ്. മാർക്കോ റൂബിയോ ഉണ്ടായിരുന്നു, സ്റ്റീവ് വിറ്റ്കോഫ്, അതേപോലെ റോൺ ഡെർമർ, ഇവര് 4 പേരും കൂടെ ഉണ്ടായിരുന്നു. അതിനൊപ്പം ട്രംപിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ വിഷയം ഡിസ്കസ് ചെയ്തത്. തുർക്കിക്ക് ഒരിക്കലും F-35 കൊടുക്കാൻ പാടില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. തുർക്കി ഓൾറെഡി തന്നെ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് S-400 ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഡിഫൻസ് സിസ്റ്റത്തിൽ. അപ്പൊ അതുകൊണ്ട് F-35 തുർക്കിക്ക് കൊടുക്കുന്നത് ഇസ്രായേലിന് പറ്റിയ പരിപാടിയല്ല. മിഡിൽ ഈസ്റ്റിലാണ് ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്നത്, അറിയാലോ. സിറിയയ്ക്കുള്ളിൽ ഏത് രീതിയിലുള്ള കൺഫ്രന്റേഷനുള്ള സാധ്യതകളാണ് അവിടെ ഒരുങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ F-35 ഒരിക്കലും തുർക്കിക്ക് പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് തന്നെ നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് അവിടെ ആവശ്യപ്പെട്ടത്. ഇതിലുപരിയായിട്ട് ഫർദർ ഡിസ്കഷൻസും, അതേപോലെ ഞാനിപ്പോൾ ഈ വാർത്ത റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പുറത്ത് വന്നിട്ടില്ല. കാര്യം ഈ വൈറ്റ് ഹൗസിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. അപ്പൊ ആ ഒരു രംഗത്തിന് മുമ്പാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അതെന്തായാലും ഇന്നത്തെ ഡേ ടൈമിൽ വരുന്ന അപ്ഡേറ്റ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ ഷിൻബെറ്റിന്റെ റോണൻ ബാറിനെ പുറത്താക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസ് കിടപ്പുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ. അപ്പൊ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് റോണൻ ബാറിന്റെ ഹിയറിംഗ് നടക്കുന്നത് പബ്ലിക്കിന് കാണാനുള്ള സൗകര്യം ലൈവില് അത് ടെലികാസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോടതി ഹിയറിംഗ് പ്രൊസീജിയേഴ്സ് അത് എന്തുമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് അറിയത്തില്ല. എന്നാൽ ഇസ്രായേലിന്റെ കോടതി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിമാർക്സും തന്നെ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ആർക്കൈവ്സ് ഫയലിൽ വെച്ചിട്ട് പിന്നീട് അത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം ഈ ഒരു റോണൻ ബാറിന്റെ ആ ഒരു ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഈ പ്രൊട്ടസ്റ്റ് നടന്നത്. ഇപ്പൊ റോണൻ ബാറിന്റെ മേളിൽ ശരിക്കും കുറ്റകൃത്യം ഉണ്ട്, നല്ല രീതിയിലുള്ള ചോദ്യങ്ങളാണ് കോടതിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹുവിന്റെ മൈലേജ് കുറച്ചുകൂടെ കൂടുന്നതായിരിക്കും. അതുപോലെ ഫ്രാൻസ്, ഈജിപ്റ്റ്, ജോർദാൻ ഇവർ 3 കൂടെ ഒരുമിച്ച് ട്രംപിന് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് എത്രയും വേഗം ഗാസയിൽ ഇടപെട്ട് ഒരു സീസ് ഫയറിന് വഴിയൊരുക്കണം, കാരണം ഗാസയിലെ അവസ്ഥ അതിദാരുണമാണ് എന്നാണ് ധരിപ്പിച്ചിരിക്കുന്നത്. അതായത് UK നിന്നും വരാനൊരുങ്ങിയ 2 സ്ത്രീകളെ ഇസ്രായേലിന്റെ എയർപോർട്ടിൽ വെച്ച് തടഞ്ഞു, ഗാസയെ വെരിഫൈ ചെയ്യാൻ വിട്ടിട്ടില്ല. അതിനെ തുടർന്നാണ് ഇമ്മാനുവൽ മാക്രോൺ മുൻകൈയെടുത്ത്, അതായത് സ്റ്റാർമറിന്റെ സംസാരവും കേട്ടിട്ട്, അതായത് ഇസ്രായേൽ ഒരു രീതിയിലും സഹകരിക്കുന്നില്ല ഗാസ വെരിഫൈ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് മാക്രോൺ അവിടെ ഇടപെട്ടിട്ട് ഈജിപ്റ്റ് അതേപോലെ ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചർച്ച നടത്തി ഗാസയുടെ ഉള്ളിലുള്ള അവസ്ഥ ഒന്ന് ഹമാസ് ത്രൂ അറിഞ്ഞെന്ന് തോന്നുന്നു. അല്ലാതെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്തതായിട്ട് ഇതുവരെ റിപ്പോർട്ടൊന്നുമില്ല. ഈജിപ്റ്റ് ഹമാസ് ആണ്. അപ്പൊ ഈജിപ്തിന്റെ അടുത്ത് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ ട്രംപിന് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എത്രയും വേഗം ഒരു സീസ് ഫയർ നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട്. ഈജിപ്റ്റ് പെട്ടെന്ന് പുതിയ സീസ് ഫയറുകൾ അവർക്ക് തോന്നിയ രീതിയിൽ അങ്ങ് പ്രഖ്യാപിക്കും. അപ്പൊ ഈജിപ്റ്റ് ഇപ്പൊ പുതിയതായിട്ട് ഒരു ഫ്രഷ് ഡീൽ പറഞ്ഞിരിക്കുന്നത് 8 പേരെ റിലീസ് ചെയ്യാം, 40 മുതൽ 70 ദിവസത്തെ സീസ് ഫയർ ഉണ്ടാക്കി തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ടോട്ടലി തന്നെ അപ്പോഴേ റിജക്ട് ചെയ്യാണ് ചെയ്തത്. അത് റിജക്ട് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി തന്നെ ഹമാസ് 50 ദിവസത്തെ സീസ് ഫയർ 5 പേരെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ സമ്മതിക്കാതെ ഇസ്രായേൽ ചോദിച്ചത് 11 പേരെ റിലീസ് ചെയ്യാനാണ് പറഞ്ഞത്. അതും ജീവനോടെയുള്ള ബന്ദികൾ, അവരെ വിട്ടുകിട്ടിയാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്കിന് സംസാരിക്കാൻ തന്നെ കൂട്ടാവൂ എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്താണ് അതിനെ വെട്ടിമാറ്റിക്കൊണ്ട് ഇപ്പം ഈജിപ്റ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് 8 പേരെ റിലീസ് ചെയ്യാം 40 മുതൽ 70 ദിവസം. അതും ഇസ്രായേൽ ഡിനൈ ചെയ്തിരിക്കുകയാണ്. കണ്ടീഷൻസ് ഞങ്ങൾക്ക് ഓക്കെ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബന്ദികളെ വിട്ടുകിട്ടുന്നതിൽ സന്തോഷമാണ്, പക്ഷേ ഈ കണ്ടീഷൻ റിവൈസ് ചെയ്യണം എന്നാണ്
ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 40 മുതൽ 70 ദിവസം എന്നുള്ളതിലുപരിയായിട്ട് ഈ ഹമാസിനെ ഗാസയിൽ നിന്നും പുറത്താക്കുക എന്നുള്ള രീതിയിലുള്ള കണ്ടീഷൻസ് ആയിരിക്കും ഇസ്രായേലിന് കുറച്ചുകൂടെ സ്യൂട്ടബിൾ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് കമാൻഡർ, അതായത് റോക്കറ്റുകൾ വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ റോക്കറ്റുകൾ നിയന്ത്രിക്കുന്ന ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയാണ് റോക്കറ്റ് കമാൻഡർ എന്നാണ് കൊടുത്തിരിക്കുന്നത് വാർത്തയിൽ. മുഹമ്മദ് അഡ്നാൻ മൻസൂർ എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേര്. ഇയാളെ ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ ഹിസ്ബുള്ളയെ തുടർന്ന് വേട്ടയാടുന്നത് പറഞ്ഞാൽ ഇതേപോലത്തെ ചില പുള്ളികൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴും കൂടി ഈ റോക്കറ്റുകൾ നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് വരുന്നതിന്റെ കാരണം തന്നെ ഇങ്ങനത്തെ ചില വ്യക്തികൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ വ്യക്തികളെയാണ് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് പൊക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. ഇറാന് ഈ ന്യൂക്ലിയർ ഡീലുമായിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറയുന്നത് ഞങ്ങൾക്ക് ഈക്വൽ ഫുഡ് വേണം. ഈക്വൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈക്വൽ റൈറ്റ്സ് വേണം. ഈക്വൽ റൈറ്റ്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇറാൻ അമേരിക്കയും ഒന്നാണോ? അവർക്ക് എന്താണ് വെച്ചാൽ നെഗോസിയേഷൻ ടേബിളിൽ അവർക്ക് എത്താൻ എന്താണ് ബുദ്ധിമുട്ട്? ഈക്വൽ റൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഇരുന്ന് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യൂ. എവിടെയൊക്കെ ഏതൊക്കെ പോയിന്റുകളാണ് നിങ്ങൾക്ക് ഈക്വൽ അല്ല എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് കോൺട്രാഡിക്ട് ചെയ്യാം. അതിലുപരിയായിട്ട് നിങ്ങൾ ഈക്വൽ റൈറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അമേരിക്ക ഇറാനെ വിളിച്ചിട്ട് ഇറാൻ ഒരു വൻ ശക്തിയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുന്നതാണോ വിചാരിക്കുന്നത്? ആദ്യം എന്തെങ്കിലും സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഒരു ഇനിഷ്യൽ ചർച്ചയെങ്കിലും ഒരുങ്ങണം. അപ്പോൾ ഒരു ഇനിഷ്യൽ ചർച്ചയെങ്കിലും നിങ്ങൾ നടത്തൂ. ഇപ്പൊ ഡയറക്റ്റ് ടോക്കിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ടോക്കിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെപ്രസെന്റേറ്റീവിനെ ഏർപ്പാടാക്കൂ. നിങ്ങൾ ഒരു മുൻകൈ എടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കും. പക്ഷെ അമേരിക്ക ഡയറക്റ്റ് ടോക്കിനാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇപ്പോഴും ഇറാൻ വെയിറ്റ് ചെയ്യാണ് അമേരിക്ക ഇൻഡയറക്റ്റ് ടോക്കിന് സമ്മതിക്കുമോ എന്നുള്ള എക്സ്പെക്ടേഷൻസ് ആണ് ഇറാന്റെ ഭാഗത്തുള്ളത്. പക്ഷേ നേരെ മറിച്ച് അമേരിക്ക പല രീതിയിലുള്ള പ്രഷേഴ്സ് ആണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഒരുപാട് ആയുധങ്ങളാണ് ശേഖരിച്ച് പല രീതിയിലും അവരുടെ സ്റ്റോക്ക് ഫൈൽസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിലവിൽ. ഇത് ഏത് രീതിയിൽ ഇറാന് ഗുണം ചെയ്യുന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ശരിക്കും ഇറാൻ കുറച്ച് ബുദ്ധിമോശം കാണിക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് നമുക്കില്ലാതില്ല. കാരണം അവർ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് മിഡിൽ ഈസ്റ്റിൽ ഇനി ഒരു ബാലൻസിങ് പവർ ആയിട്ട് ഇതിനെ തുടരാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അവരെന്തുകൊണ്ടോ അതിൽ മുന്നോട്ട് വരുന്നില്ല. അവരെ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവസാനം അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇമ്പോർട്ടൻസ് വേറെ, ന്യൂക്ലിയർ ഡീൽ വേറെ. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ വേർതിരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. കാരണം ഒരു രാജ്യം ഭരിക്കുമ്പോഴത്തേക്കും പേഴ്സണലായിട്ട് വൈരാഗ്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളുടെ നന്മയെ ഓർത്തെങ്കിലും ഇറാനിലുള്ള ജനങ്ങളുടെ നന്മയെ ഓർത്തെങ്കിലും ഈ ഒരു ഡീലിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ കുറെ സാങ്ഷൻസ് ഒക്കെ മാറിക്കിട്ടും. അപ്പൊ കുറച്ചുകൂടെ നല്ല രീതിയിൽ ട്രേഡ് ഒക്കെ നടക്കും. ഇതുപോലെയുള്ള നൂലാമാലകളൊന്നും ഉണ്ടാവില്ല. കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ, ഒരു ഗ്ലോബൽ പീസ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് പോയി കഴിഞ്ഞാൽ. പക്ഷെ ഇറാൻ ഇതുവരെ അതിന് യാതൊരു വിധത്തിലുള്ള സൂചനയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ പേര്, ഇപ്പൊ ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന വ്യക്തിയുടെ പേര് ബാഷർ മെസ്രി എന്നാണ്. ഈ ബാഷർ മെസ്രി എന്ന് പറയുന്നത് തന്നെ പൊതുവെ ഈജിപ്ഷ്യൻ ആണ്. ഈ ബാഷർ മെസ്രി എന്ന് പറയുന്നത് ഇയാളെ ഒരു പാലസ്തീനിയൻ ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇയാൾ പാലസ്തീനിയൻ ആണ്. ഈജിപ്ഷ്യൻസ് തന്നെയാണല്ലോ പണ്ട് പാലസ്തീനിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നത് ഗാസയിൽ ഉണ്ടായിരുന്നതെല്ലാം ഈജിപ്ഷ്യൻ ആണെന്ന്. അപ്പൊ ഈ ഈജിപ്ഷ്യൻ ആയിട്ടുള്ള ഈ ഒരു വ്യക്തി ഈ പാലസ്തീനി എന്നാണ് അറിയപ്പെടുന്നത്. ഇയാൾ ഗാസയിൽ ഉണ്ടായിരുന്നതാണ്. അതായത് ഈജിപ്തിൽ നിന്ന് പണ്ട് പാലസ്തീനിൽ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തി, അങ്ങനെ വിചാരിച്ചാൽ മതി. യാസർ അറാഫത്ത് ഉൾപ്പെടെ അങ്ങനത്തെ വ്യക്തികളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാഷർ മെസ്രി US ഒരു ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെവലപ്പറാണ് ആള്. ഈ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ഉള്ള ഡെവലപ്പറാണ്, ഒരു ഇൻവെസ്റ്ററും കൂടിയാണ്. അപ്പൊ പുള്ളിയുടെ പൈസ കുറെ ഹമാസിന് അയച്ചു കൊടുത്ത് എയ്ഡ് ത്രൂ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പൈസയും ഭാഗികമായിട്ട് October 7 അറ്റാക്കിലേക്ക് ഹമാസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതിനെ ചൊല്ലി US കോടതിയിൽ തന്നെ ഒരു കേസ് ഇപ്പം ഇയാളുടെ പേരിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഹമാസിന് ഫണ്ട് ചെയ്തതിന്റെ പേരിലാണ് ഇപ്പൊ ഇയാൾക്കെതിരെ കേസ് US നടക്കുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ഭീഷണി എവിടെ നിന്നൊക്കെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആർക്കൊക്കെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് നിലനിൽക്കുന്നതിന്റെ പ്രശ്നം, ഏത് അറ്റം വരെയാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ് ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ബക്കറ്റ് പിരിവ് മുതൽ ഇതുപോലെ വൻകിട സ്ഥാപനങ്ങൾ നടത്തുന്ന വൻ മുതലാളിമാർ വരെ പൈസ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും ഇസ്രായേൽ സ്റ്റേറ്റ് അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. മാക്രോൺ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസി എടുത്ത് സംസാരിച്ച സമയത്ത് ഹമാസിന് ഒരു റോളും ഗാസയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലും കൂടിയാണ് ഈ ഒരു ട്രംപുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. അതായത് സീസ് ഫയർ ഉറപ്പാക്കണം ഗാസയിൽ എന്ന് പറഞ്ഞിട്ട്, ഹമാസിന് ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹമാസ് അവിടെ ഭരണത്തിൽ ഉണ്ടാവില്ല, പൊസിഷനിൽ ഉണ്ടാവില്ല എന്നുള്ളതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? കാരണം ഈ ഒരു അറബ് സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോഴെല്ലാം ഹമാസ് അവിടെ റൂളിങ്ങിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് വേറെയാണ്. ഇസ്രായേൽ പറയുന്നത് ഹമാസ് ഗാസയിലേ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും ഈ അറബ് കൺട്രീസിന്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴത്തേക്കും
ഇവിടെ ഇങ്ങനെ ഒരു കോൺട്രാഡിക്ഷൻ അതിനകത്ത് കിടപ്പുണ്ട്. ഈജിപ്ത്, ഖത്താർ ഇവരൊക്കെ പറയുമ്പോഴത്തേക്കും ഹമാസ് ഗാസയിൽ ഇനി റൂൾ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇസ്രായേൽ പറയുന്നത് ഗാസയിലേ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഹമാസ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് സംസാരിക്കപ്പെടുന്നില്ല ഈ വിഷയം. ഇത് പിന്നീട് ഏറ്റവും ക്ലോസർ ആയിട്ട് ഇതിന്റെ ഒരു നെഗോസിയേഷൻ വരുമ്പോഴത്തേക്കും ഈ വിഷയം ഡിസ്കസ് ചെയ്യപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഇത് വാർത്ത മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അറബ് സൈഡിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഹമാസ് അവിടെ പൊസിഷനിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതായത് പൊളിറ്റിക്കലി റൂൾ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ മൊത്തത്തിൽ ഹമാസിനെ എടുത്ത് പിറക്കി കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രീതിയിലാണ് രണ്ട് സൈഡിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ബന്ദികളെയൊക്കെ ഒന്ന് മോചിപ്പിച്ച് ഇതൊരു ഫൈനൽ ടോക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു കോൺട്രാഡിക്ഷൻ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടും. അപ്പോഴത്തേക്കും കൃത്യമായിട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഹമാസ് ലീഡേഴ്സ്, ഈ ഹമാസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഖാലിദ് മെഷാൽ ഉൾപ്പെടെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഇതിനകത്ത് മരണപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇറാന്റെ അടുത്ത് ചോദിച്ചത് 500 മില്യൺ ആണ് ചോദിച്ചത്. 500 മില്യൺ US$. എന്തിനാണ്? 2021 ഇവർ ചോദിച്ചിരിക്കുന്നത്. 500 മില്യൺ US$, 2 വർഷം കൊണ്ട് ഞങ്ങൾ ഇസ്രായേലിനെ ഇല്ലാതാക്കി തരാം എന്ന് പറഞ്ഞിട്ട് 500 മില്യൺ US$ ആണ് ആവശ്യപ്പെട്ടത്. അതായത് അവർ ആവശ്യപ്പെട്ടത് 20 മില്യൺ പെർ മന്ത് വെച്ചിട്ട് 2 വർഷത്തേക്ക്. അതാണ് ഇവർ ആവശ്യപ്പെട്ട തുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ് IDF ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഹമാസിന്റെ, അതായത് ഇപ്പൊ ഈ ഇസ്രായേൽ ഗ്രൗണ്ട് സെർച്ച് നടത്തുന്നുണ്ടല്ലോ ഗാസയ്ക്കുള്ളിൽ. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ചില നിർണായക ഡോക്യുമെന്റുകൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഡോക്യുമെന്റുകളിൽ ചിലതൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉള്ള ഡോക്യുമെന്റ്സ് ആണ്. അങ്ങനെ ഒരു അറബിക് ഡോക്യുമെന്റ് ആണ് ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ വാർത്ത പബ്ലിഷ് ആയിരിക്കുന്നത്. അതായത് ഇവരുടെ പണമിടപാടുകളുടെ ആ ഒരു എയിം, ഇവരുടെ പണമിടപാടുകളുടെ ആ ഒരു റീസൺ എന്താണെന്നുള്ളത്, പർപ്പസ് നോക്കൂ. ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 500 മില്യൺ. അപ്പൊ അതായത് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ പാലസ്തീൻ ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ലോകമെമ്പാടും ഈ പാലസ്തീനെ അനുകൂലിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ടു സ്റ്റേറ്റ്. ഈ 2006 മുതൽ ഇപ്പൊ 2005 IDF ഗാസയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പൊ ഗാസ ഫുൾ ആൻഡ് ഫുൾ അവിടെ ഈ ടു സ്റ്റേറ്റ് പ്രകാരം നിലനിൽക്കുകയാണ് ഗാസ. ഇതിലുപരിയായിട്ട് വെസ്റ്റ് ബാങ്കിലും കുറച്ച് ഭാഗം ഇവരുടെ കയ്യിലുണ്ട്, പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ 2 സ്ഥലങ്ങളും പാലസ്തീനിയൻ ടു സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. പിന്നെ അതിന് മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ ചകഞ്ഞു പോയിട്ട് ഞങ്ങൾക്ക് പകുതിക്ക് പകുതി സ്ഥലം വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ യുദ്ധം നടത്താതെ ചർച്ചയിലൂടെ മുന്നോട്ട് പോകണമായിരുന്നു. 1948 സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ഫോം ചെയ്യുന്ന സമയത്ത് അന്ന് തന്നെ ഈ ഒരു അറബ് കമ്മ്യൂണിറ്റി ഇസ്രായേലിനെ അംഗീകരിച്ചില്ല. പക്ഷെ അതേസമയം ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ ഉള്ളില് അതിനുള്ളിൽ തന്നെ താമസിക്കാൻ ആഗ്രഹിച്ച മുസ്ലിം അറബ്സ് എല്ലാം ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം 2005 മുതൽ 2024 വരെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമോ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ വ്യക്തികളോ ഇല്ലെങ്കിൽ അതിന്റെ ആർമിയോ IDF ആരും തന്നെ ഗാസയ്ക്കുള്ളിൽ വന്നില്ല. ഒറ്റ മനുഷ്യന്മാർ വന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായത് 2005 ശേഷം? എന്തിനുണ്ടായി? അപ്പൊ നിങ്ങൾക്ക് ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ടു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഗാസ പുനഃസ്ഥാപിക്കുക, അതാണ് ടു സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നത്. ഈ പാലസ്തീൻ ടു സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പറച്ചലിൽ തന്നെ ഉണ്ട് കോൺട്രാഡിക്ഷൻ. ഇപ്പൊ ഇനിയും ഗാസ പാലസ്തീൻ സ്റ്റേറ്റ് ആയിട്ട് പുനഃസ്ഥാപിച്ച് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തീവ്രവാദ ആക്രമണം ഉണ്ടാവും, 100% ഉറപ്പാണ്. ഹമാസ് അവിടെ വീണ്ടും ഇതേ തീവ്രവാദ പ്രവർത്തനം തന്നെ ചെയ്യും. കാരണം അവർക്ക് തീവ്രവാദ പ്രവർത്തനം ചെയ്താൽ മാത്രമേ അവർക്ക് സർവൈവൽ ഉള്ളൂ. മിഡിൽ ഈസ്റ്റിൽ ഈ അറബ് രാജ്യങ്ങൾ തമ്മിൽ തന്നെ ഒത്തൊരുമയില്ല എന്നുള്ളതാണ്. ഈ ഒരുമിച്ച് ഇവർ കൂട്ടായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം. ഇവർക്ക് ഉള്ളിൽ തന്നെ തമ്മിലടിയാണ്. ഈ തമ്മിലടി അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ ഗാസയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റൂ. കാരണം ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഈ ഗാസയുടെ ഭരണം ഞങ്ങൾ ഏറ്റെടുക്കാം, അമേരിക്കൻ ചേരിയുമായിട്ട് ബന്ധപ്പെട്ട എത്ര അറബ് രാഷ്ട്രങ്ങളുണ്ട്, അവർക്ക് തീരുമാനിച്ചൂടെ ഗാസയിലെ അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളെ ഏറ്റെടുക്കാന്ന്? കാരണം അവർ ഏറ്റെടുക്കത്തില്ല. കാര്യം എന്താണ്? അവർക്കും ഹമാസിന് വിശ്വാസം പോരാ. കാരണം ഇവര് വീണ്ടും ഈ തീവ്രവാദ പ്രവർത്തനം ചെയ്യില്ല എന്ന് ആർക്കും ഉറപ്പ് ഏറ്റെടുക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഫോർ എക്സാമ്പിൾ സൗദി അറേബ്യ അല്ലെങ്കിൽ UAE, ബഹ്റൈൻ, കുവൈറ്റ് ഇവരൊക്കെ ഏറ്റെടുക്കുന്ന വെച്ചോ ഗാസയെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയാത്തതിന്റെ കാരണം എന്താണ്? കാരണം ഇവർക്ക് തന്നെ ആ ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയെ വിശ്വാസമില്ല, വിശ്വാസം പോരാ. കാരണം നാളെ ഇവർ വാക്ക് കൊടുത്തിട്ട് ഗാസയുടെ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ഹമാസ് അവിടെ ആക്രമണം നടത്തത്തില്ല എന്താണ് ഉറപ്പ്? വീണ്ടും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ആരാണ് ഉത്തരവാദിത്തം പറയുക? ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഉള്ളിലുള്ള പ്രശ്നം. ഗാസയ്ക്കുള്ളിൽ എയ്ഡ് നിർത്തിയിട്ട് കുറെ നാളായി. അപ്പൊ അതുകൊണ്ട് 2-3 ആഴ്ചയ്ക്ക് മുകളിലായി ഒരു എയ്ഡ് നിർത്തിയിട്ട്. അപ്പൊ അവിടെ പട്ടിണി ശരിക്കും തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്രായേൽ ശരിക്കും അവിടെ ഭക്ഷണം കൊടുക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥയിൽ എത്തിപ്പെടും. കാരണം അത്രമാത്രം ഗ്ലോബൽ പ്രഷർ അവിടെ വരുന്നുണ്ട്. കാരണം ഭക്ഷണമാണ്, അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അവിടെ സ്ത്രീകളുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്, ഇവർക്കൊക്കെ ഭക്ഷണം ആവശ്യമാണ്. അതേപോലെ കുടിവെള്ളം 30% കുറച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് കുടിവെള്ളവും ഭക്ഷണവും ഒക്കെ വളരെ നിർണായകമായിട്ടുള്ള വിഷയമാണ്. പിന്നെ നെസറ്റിൽ 2 അഭിപ്രായങ്ങളാണ്. അതായത് IDF ഇസ്രായേലിന്റെ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പറയുന്നത് ശരിക്കും
എയ്ഡ് കൊടുക്കേണ്ട, അവർക്കുള്ളിൽ തന്നെ ഒരുപാട് ഭക്ഷണം ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നെസറ്റിൽ മറ്റുള്ള മെമ്പേഴ്സ് അതേപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ എയ്ഡ് കൊടുക്കണം എന്നാണ് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള മെജോറിറ്റി അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ഒരുപക്ഷെ ഗാസയ്ക്കുള്ളിൽ ഒരു എയ്ഡ് ട്രക്കുകൾ ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ തുറന്നു വിട്ടേക്കാം എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ കിടന്ന് വലയേണ്ടെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ആ ഒരു പ്രവൃത്തി എന്തായാലും ചെയ്യുന്നതായിരിക്കും. ശരിക്കും ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ അത് ചെയ്യണം, അത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം മനുഷ്യന്മാർക്ക് ആഹാരവും വെള്ളവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.